പീപ്പിൾ തിങ്ക് ലൂസിങ് വെയിറ്റ് ഈസ് ഹാർഡ്. പക്ഷെ ശരിക്കും അതങ്ങനെയല്ല. ഞാൻ ഈ വീഡിയോയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ എക്സസൈസ് പോലും ഇല്ലാതെ വെയിറ്റ് ലൂസ് ചെയ്യുക എന്നുള്ളത്. ഞാൻ ഒരുപാട് കണ്ടിരിക്കണ്, നിങ്ങളും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. ജിമ്മിൽ കുറേ നേരം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, കാർഡിയോ നിർത്താതെ കാർഡിയോ ചെയ്യുന്നുണ്ട്, സ്കിപ്പിങ്ങും അതുപോലെ ട്രെഡ്മില്ലും ഒക്കെ ആയിട്ട് കുറേ ചെയ്യുന്നുണ്ട്, പക്ഷേ വെയിറ്റ് ലൂസ് ആവണില്ല. ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. രാവിലെ ഇഷ്ടംപോലെ നടക്കാൻ ഇറങ്ങലുണ്ട്, അല്ലെങ്കിൽ ജോഗിങ് കാര്യങ്ങളുണ്ട്, എന്നിട്ടും വെയിറ്റ് കുറയണില്ലല്ലോ എന്നുള്ളത്. അപ്പം നമുക്ക് മനസ്സിലായി വെയിറ്റ് ലൂസ് ആവാൻ, വെയിറ്റ് കുറയ്ക്കാൻ എക്സസൈസ് മാത്രം പോരാ അവിടെ എന്നുള്ളത്. എക്സസൈസിന് നമ്പർ ഓഫ് ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിലും നിങ്ങളെ ബോഡി സെറ്റാക്കാൻ സഹായിക്കുന്നു, നിങ്ങളെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നു, കോർട്ടിസോൾ ഡിക്രീസ് ആക്കുന്നു, നിങ്ങളെ സ്ലീപ്പ് ഇമ്പ്രൂവ് ആക്കുന്നു, നിങ്ങളെ ഷേപ്പ് ഇമ്പ്രൂവ് ആക്കുന്നു. അങ്ങനെ ഇഷ്ടംപോലെ ബെനിഫിറ്റ് ഉണ്ടെങ്കിലും അതിനൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ തന്നെ അനുഭവം ഉണ്ടാവും. നിങ്ങളൊരു നല്ലൊരു ഇപ്പോൾ ജിമ്മിൽ പോകാത്ത ആളാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫുട്ബോൾ മാച്ചൊക്കെ കഴിഞ്ഞ്, അതല്ലാന്നുണ്ടെങ്കിൽ ഓടാൻ പോകുന്ന ആളാണെങ്കിൽ നല്ലൊരു ഓട്ടം കഴിഞ്ഞ്, അതല്ലെങ്കിൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നല്ല രീതിയിൽ വിശപ്പുണ്ടാവില്ലല്ലേ. അപ്പോൾ ഈ വെയിറ്റ് ലൂസ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ ഒരു ജിമ്മിൽ ഇഷ്ടംപോലെ നേരം വർക്കൗട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് നേരം ഓടി കാലറീസ് കുറേ ബേൺ ചെയ്ത് ഹവേഴ്സ് ആൻഡ് ഹവേഴ്സ് ഓഫ് കാർഡിയോ ചെയ്തിട്ട് വീട്ടിൽ വരുമ്പോൾ അവർക്കും നല്ല രീതിയിൽ വിശപ്പുണ്ടാവില്ലേ. അപ്പോൾ ആ സമയത്ത് എന്താണോ ഉള്ളിലേക്ക് പോകുന്നത്, എന്താണോ കഴിക്കുന്നത്, ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ഇമാജിൻ ഒരാൾ കഷ്ടപ്പെട്ട് 2 മണിക്കൂർ കൊണ്ടൊരു 450 കാലറി ബേൺ ചെയ്തു എന്ന് വിചാരിക്കാം. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് നല്ലൊരു പ്രോട്ടീനൊക്കെ ഉള്ള അടിപൊളി സ്മൂത്തി ഉണ്ടാക്കി കുടിച്ചു, വെയിറ്റ് ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ജസ്റ്റ് ഇമാജിൻ പീനട്ട് ബട്ടറൊക്കെ ഇട്ടൊരു സ്മൂത്തി ആയിരുന്നു, അതിനൊരു 500 കാലറി ഉണ്ടായിരുന്നു വിചാരിക്കുക. സോ ദ സെയിം റൂൾ എവറി വൺ നോസ്, നിങ്ങൾക്കും അറിയാമെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. അതായത് കാലറീസ് ഇൻ കാലറീസ് ഔട്ട്. എത്ര കാലറീസ് ആണോ ഉള്ളിലേക്ക് പോകുന്നത് അതിനേക്കാൾ കാലറീസ് നമ്മൾ ബേൺ ചെയ്യണമെങ്കിൽ യെസ് വി ആർ ഇൻ കാലറി ഡെഫിസിറ്റ്, നമുക്ക് വെയിറ്റ് കുറയും. എത്ര കാലറീസ് ആണ് നമ്മൾ ബേൺ ചെയ്യുന്നത് അതിനെക്കാട്ടും കൂടുതലാണ് നമ്മൾ കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവൻച്വലി നമ്മൾ വെയിറ്റ് കൂടും. ദാറ്റ്സ് എ ബേസിക് റൂൾ, റൈറ്റ്? ആ ഒരു എക്സസ് കാലറി, സർപ്ലസ് കാലറി നമ്മുടെ ശരീരത്തിൽ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുന്നു. ഡെഫിസിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഡെഫിസിറ്റിനെ ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ നിന്ന് ഫാറ്റിൽ നിന്നൊക്കെ എനർജി എടുത്തിട്ട് ബോഡി യൂസ് ചെയ്യുന്നു. റൈറ്റ്? സിമ്പിൾ. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്നത് റെഡിയാക്കി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈവൻ എക്സസൈസ് ഇല്ലാത്തവർക്ക് പോലും എന്ത് ചെയ്യാം? വെയിറ്റ് ലൂസ് ചെയ്യാം. ഞാൻ എക്സസൈസിനെ നല്ലോണം പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോസിൽ എക്സസൈസിനെ കുറിച്ചുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു വട്ടം എക്സസൈസിനെ പുകഴ്ത്തിയാണ്ട് പിന്നെ എക്സസൈസിനെ മോശമാക്കുകയല്ല. ചില ആൾക്കാരുണ്ടാവും, ഇങ്ങനെ ഒരു വീഡിയോ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും, ഈവൻ എക്സസൈസ് ഇല്ലെങ്കിൽ പോലും എനിക്ക് എങ്ങനെ എൻ്റെ വെയിറ്റ് കുറക്കാം എന്നുള്ളത്. ഡെഫിനറ്റ്ലി എക്സസൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ബൂസ്റ്റ് ആയിരിക്കും അതിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എക്സസൈസ് കഴിഞ്ഞാൽ നല്ല വിശപ്പുണ്ടാവും, അവിടെ ഫുഡ് ശ്രദ്ധിക്കേണ്ടി വരും. ആൻഡ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഈസ് വാട്ട് ഗോസ് ഇൻസൈഡ് ദ ബോഡി. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ആളാണെങ്കിലും ചെയ്യാത്ത ആളാണെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കീപ്പ് ഇൻ മൈൻഡ്. നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് ഈ ഇൻസുലിൻ്റെ എക്സ്ട്രീം സ്പൈക്കുകൾ അവോയ്ഡ് ചെയ്യുക, ഇൻസുലിൻ്റെ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഐ വിൽ ഹെൽപ്പ് യു. ഇതാണ് മെയിൻ സംഭവം. ഈ സംഭവം ഭയങ്കര ഡോക്ടർ രീതിയിലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇത്ര ആലോചിച്ചാൽ മതി. നമ്മൾ നല്ല മധുരമുള്ള സാധനങ്ങൾ, കേക്കുകൾ, പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യുന്ന കാർബുകളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു എനർജി, ഒരു പ്ലഷറും കാര്യങ്ങളൊക്കെ കിട്ടും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു ക്രാഷ് ഉണ്ടാവണം കാണാം. ഞാൻ എക്സാമ്പിൾ പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ പായസം കുടിച്ചാൽ മതി. പായസം കുടിക്കുമ്പോൾ നല്ലൊരു ഫീൽ കിട്ടും, പിന്നെ പെട്ടെന്നൊരു ക്രാഷ് ഉണ്ടാവണം, ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പോൾ ഈ ഒരു ക്രാഷ് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഇൻസുലിനെ സ്റ്റേബിളായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസ് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പല വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാർബോഹൈഡ്രേറ്റ്സ് വില്ലനാണ്, കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ ചെയ്യുന്നുണ്ടാവും. ഇതാണ് സംഭവം. ഈ ഇൻസുലിൻ്റെ സ്പൈക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുക ഈറ്റ് ലെസ് ഫ്രീക്വൻറ്റ്. അതായത് സ്നാക്കിംഗ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും, അത് കഴിഞ്ഞിട്ടൊരു സ്നാക്ക്, അത് കഴിഞ്ഞിട്ട് പ്രീ വർക്കൗട്ട്, അത് കഴിഞ്ഞിട്ട് സ്മൂത്തി, അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് വർക്കൗട്ട്, ഇങ്ങനെ ഒരുപാട് മീൽസുകൾ ഉണ്ടാവും. ഈറ്റ് ലെസ് ഫ്രീക്വൻറ്റ്. ഒരു 2-3 പ്രാവശ്യം ഒരു ദിവസം. ഇതെല്ലാവർക്കും ഉള്ള അഡ്വൈസ് അല്ല, വെയിറ്റ് ലൂസ് ചെയ്യാൻ വേണ്ടിയുള്ളവർക്കാണ്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ കാണണം. അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് കഴിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഹെൽപ്ഫുൾ ആയൊരു സംഭവമാണ്, ഞാൻ ചെയ്തിരുന്ന സംഭവമാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള വിൻഡോ എടുക്കുകയാണെങ്കിൽ 16:8, അതായത് 16 മണിക്കൂർ ഫുഡ് കഴിക്കുന്നില്ല, 8 മണിക്കൂർ വിൻഡോയിൽ ഫുഡ് കഴിക്കുന്നുണ്ട്. സിമ്പിൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ രാത്രി ലാസ്റ്റ് ഫുഡ് കഴിച്ചത് ഒരു 8-9 മണിക്കാണെങ്കിൽ
പിന്നെ പിറ്റേ ദിവസം ഫുഡ് കഴിക്കുക 1 മണിക്കായിരിക്കും. അതന്നെ ആകെ ആ ഒരു മീലും ആ 1 മണിക്കുള്ള ആ ഒരു ലഞ്ച് മീലും പിന്നെ ഈവനിങ് ഒരു ഡിന്നറും ഇങ്ങനെ ഒരു 2 മീലോ അല്ലെങ്കിൽ ഇടയിൽ ജിമ്മിക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രീ വർക്കൗട്ടും കൂടി നല്ല സംഭവങ്ങൾ ഇത്രയൊക്കെ കഴിക്കുന്നുണ്ടാവുള്ളൂ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ ആ 8 അവർ വിൻഡോയിൽ. അതിൽ തന്നെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യും, നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും ഫാറ്റുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അതിൻ്റെ ഉള്ളിൽ തന്നെ കൺസ്യൂം ചെയ്യാൻ നോക്കും. അപ്പോൾ ഈ ഒരു 16 വിൻഡോയിൽ നമ്മളെ ഉള്ളിലേക്ക് ഫുഡൊന്നും ചെല്ലുന്നില്ല. ട്രസ്റ്റ് മീ, ഫാസ്റ്റിങ്ങിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ സംഭവം ശ്രദ്ധിക്കേണ്ടത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. രണ്ടാമത്തെ സംഭവമാണ് ഇനി നമ്മൾ കഴിക്കുന്ന മീലിൽ ഈറ്റ് ലെസ് കാർബോഹൈഡ്രേറ്റ്സ്. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കീറ്റോ എന്നൊക്കെ പറയുന്ന ഡയറ്റ് കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് കാർബൺ എനർജി ബേൺ ചെയ്യുന്നതിന് പകരം ഫാറ്റ് എടുത്ത് എനർജി ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് ഭയങ്കര കുറക്കും. ഈവൻ 50 ഗ്രാമിൽ താഴെ അല്ലെങ്കിൽ നോ കാർബ് എന്നൊക്കെയുള്ള രീതിയിൽ ഡയറ്റുകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. റൈസ്, പാസ്ത, ബ്രെഡ്, അതുപോലെയുള്ള ജങ്ക് ഫുഡുകൾ, അങ്ങനെ നമുക്ക് നോർമലി ചിന്തിക്കാൻ പറ്റുന്ന കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ കഴിക്കുന്നത്. ആണോ വയറ് ഫുള്ളാവാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന, നമ്മൾ മലയാളികൾ കഴിക്കുന്ന ഈ സംഭവങ്ങൾ ഒഴിവാക്കുക. അതിൽ കൂടുതലും ഹൈ ഗ്ലൈസമിക് ഫുഡുകളായിരിക്കും. അപ്പോൾ ഇത് ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്, ഇത് ഒഴിവാക്കുക. ഞാൻ ഇവിടെ ഒരു ഇമേജ് ആയിട്ട് കാണിച്ചു തരാം. ഗ്ലൈസമിക് ഇൻഡെക്സ് ഏതൊക്കെ ഫുഡുകളാണ് ഹൈ ഗ്ലൈസമിക്, ഏതൊക്കെയാണ് ലോ എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ ഫുഡ് സെലക്ട് ചെയ്യുക. അതിൽ ലോ ആയിട്ടുള്ള ഫുഡുകൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ 2 പോയിൻ്റായി. ഇനി മൂന്നാമത്താണ് നമ്മൾ ഏതൊക്കെ അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞു, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാനും പറഞ്ഞു. ഇനി എന്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും, ഹോൾ ഫുഡുകൾ, അതായത് സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് ഫുഡുകൾ. സീഡ് ഓയിലോ സൺഫ്ലവർ ഓയിലോ അതുപോലെയുള്ള കനോള ഓയിലോ സാഫ്ലവർ ഓയിൽ, ഇങ്ങനത്തെ ഓയിലുകളുണ്ട്, സീഡ് ഓയിലുകളുണ്ട്. അതൊന്നും ഉപയോഗിക്കാതെ നമ്മളെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ മീറ്റ്, എല്ലാ ടൈപ്പ് മീറ്റും, ഫിഷും, എഗ്ഗും, മിൽക്കും, ഫ്രൂട്ട്സ്, സം ടൈംസ് ഓഫ് വെജിറ്റബിൾസ്, ഇങ്ങനത്തെ ഹോൾ ഫുഡുകൾ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതായത് അതിൽ വേറെ ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് എന്താണോ ആ ഒരു സാധനം അതിനുള്ളൂ. അങ്ങനത്തെ സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് ഫുഡുകൾ അല്ലെങ്കിൽ ഹോൾ ഫുഡുകൾ കഴിക്കാൻ നോക്കുക. നല്ല ഫാറ്റ് അടങ്ങിയിട്ടുള്ള പ്രോട്ടീനുള്ള ഫുഡുകൾ ഉണ്ടാവുമല്ലോ, അതായത് മുട്ട, ബീഫ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, അങ്ങനത്തേനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതുപോലെ നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുക, ബട്ടർ യൂസ് ചെയ്യാം, ഗീ യൂസ് ചെയ്യാം. അതുപോലെ ബീഫിൻ്റെ ടാലോ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് യൂസ് ചെയ്യാം. ഡോണ്ട് യൂസ് സീഡ് ഓയിൽസ് പ്ലീസ്. അപ്പോൾ ഈ മുട്ടൻ്റെയും ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മറ്റേ മീലുകളെ പോലെ അല്ല. ഒരാൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിശപ്പുണ്ടാവും, അപ്പോൾ ഒരുപാട് മീല് കഴിച്ചാൽ ഒരുപാട് കാലറി കയറൂല എന്നുള്ളത്. പക്ഷേ ഈ ഒരു ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള അനിമൽ ബേസ്ഡ് ഫുഡുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ മോർ സാഷിയേറ്റിംഗ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ബ്രെഡ്, പാസ്ത, റൈസ്, ഇങ്ങനത്തെ സംഭവമൊക്കെ അതൊന്നും അങ്ങനെ സാഷിയേറ്റിംഗ് അല്ല. അതൊന്നും കുറച്ച് കഴിച്ചാൽ തന്നെ നമ്മുടെ വയറിനറിയില്ല, നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. റൈസൊക്കെ കുറവാണ്, പക്ഷേ വൈറ്റ് റൈസ് അല്ലാതെ നമ്മൾ വല്ല ബിരിയാണി, മന്തി, ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ പോകുമ്പോഴൊക്കെ നോർമലി നമുക്ക് പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നും. പക്ഷേ അതേസമയം നമ്മുടെ മുട്ട, ബീഫ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സാഷിയേറ്റിംഗ് ആണ്. ഹൈ പ്രോട്ടീനുള്ള സംഭവങ്ങളൊക്കെ സാഷിയേറ്റിംഗ് ആണ് ഇങ്ങനത്തെ അനിമൽ ബേസ്ഡ് ഫുഡുകൾ. അതായത് ഒരു 5-6 മുട്ട പുഴുങ്ങിയാണ്ട് കഴിച്ച് അതിൽ കുറച്ച് ഫ്രൂട്ട്സും കൂട്ടിയാൽ തന്നെ എന്തായി, വലിയ കാലറീസ് ഒന്നും വന്നിട്ടില്ല. അതേസമയം നല്ല പ്രോട്ടീനും ഫാറ്റുകളും കിട്ടി, നിങ്ങൾക്ക് എന്തായി, വയറും നിറയും. പിന്നീട് ഈ ഹോൾ ഫുഡുകൾ ഇങ്ങനെ കഴിച്ച് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ എന്താവും, നിങ്ങളെ ക്രേവിങ്സും ഷുഗർ ക്രേവിങ്സും കാര്യങ്ങളൊക്കെ, മധുരം തിന്നാനുള്ളതും ഫാസ്റ്റ് ഫുഡ് തിന്നാനുള്ളതും ജങ്ക് ഫുഡ് തിന്നാനുള്ളതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങും. കൂടുതൽ മെൻ്റൽ ക്ലാരിറ്റി വരാൻ തുടങ്ങും. കുറച്ചും കൂടി നിങ്ങളൊന്ന് ലൈറ്ററായിട്ട് ഫീൽ ചെയ്യും. ഇത് ഫിസിക്കൽ ഹെൽത്തിന് മാത്രമല്ല മെൻ്റൽ ഹെൽത്തിനും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും. കാരണം നിങ്ങളുടെ ജീവിതത്തിലുള്ള ജങ്ക് ഫുഡുകളൊക്കെ കട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് ഫുഡുകൾ ആഡ് ചെയ്യാണ്. നമ്മളെ ഹോർമോണിനെയും നമ്മളെ ലൈഫിനെയും മൊത്തം മെസ്സപ്പ് ചെയ്യുന്ന പല ഇൻഗ്രീഡിയൻസ്, പല ആർട്ടിഫിഷ്യൽ സംഭവങ്ങളെ കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നല്ല സാധനങ്ങൾക്ക് സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് ഫുഡിന് ഫോക്കസ് കൊടുക്കുകയാണ്. സോ യുവർ ബ്രെയിൻ വിൽ താങ്ക് യു ടു. ഈ ഒരു പ്രോസസ്ഡ് ഫുഡുകൾ കട്ട് ചെയ്യുമ്പോൾ അതിന് വേറൊരു സംഭവം കൂടിയും പോകുന്നുണ്ട്. നമ്മുടെ MSG ഉണ്ടല്ലോ, മോണോ സോഡിയം ഗ്ലൂട്ടാമേറ്റ്, അല്ലെങ്കിൽ നമ്മളൊരു കമ്പനീൻ്റെ പേരിലാണ് അവരെ വിളിക്കൽ, അജ്നാമോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഒരു സംഭവമൊക്കെ അതിന് പോകും. ഇതൊക്കെ ഇൻസുലിൻ്റെ സ്പൈക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അതുപോലെ സീഡ് ഓയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്ന സംഭവമാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്തിലേക്കാണ് നയിക്കുന്നത്, ഡയബറ്റീസ്. അപ്പോൾ അത് ഒഴിവാക്കാൻ പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഇനി അടുത്തൊരു പോയിൻ്റാണ് കോർട്ടിസോൾ കുറക്കുക എന്നുള്ളത്. കോർട്ടിസോൾ എന്ന് പറയുന്നത് സ്ട്രെസ് ഹോർമോണാണ്. ഇത് കുറക്കാനുള്ള മാർഗം, ഏറ്റവും നല്ല മാർഗം ഞാൻ ഫസ്റ്റ് പറഞ്ഞ സംഭവമാണ് എക്സസൈസാണ്. പക്ഷേ ഈ ഒരു വീഡിയോ നമ്മൾ എക്സസൈസ് ചെയ്യാതെ വെയിറ്റ് കുറക്കാൻ ഉദ്ദേശിച്ച ആൾക്കാരായതുകൊണ്ട് അതല്ലാത്ത മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് സ്പെൻഡ് ടൈം വിത്ത് യുവർ ഫാമിലി, സ്പെൻഡ് ടൈം വിത്ത് യുവർ പെറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ മെഡിറ്റേഷൻ, പിന്നെ നല്ലൊരു ഉറക്കം, അതായത് രാത്രി നല്ലൊരു വൈൻഡ് ഡൗൺ റൂട്ടീൻ ക്രിയേറ്റ് ചെയ്യുക.
എങ്ങനെ നല്ലൊരു സ്ലീപ്പ് കിട്ടാം, അതായത് ഒരു സ്ലീപ്പ് ഡിപ്രവേഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. നല്ലൊരു വൈൻഡ് ഡൗൺ റൂട്ടീൻ ക്രിയേറ്റ് ചെയ്യാം. ആ ലാസ്റ്റത്തെ 1 അവർ ബ്ലൂ ലൈറ്റ് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഒരു കിടക്കുന്നതിൻ്റെ ഒരു 3 അല്ലെങ്കിൽ 2 മണിക്കൂർ മുമ്പെങ്കിലും ഫുഡ് കഴിക്കൽ നിർത്തി, വേറെ സ്നാക്കിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല ഇടയിൽ, അങ്ങനെ നല്ലൊരു കംഫർട്ടബിൾ റൂമിൽ ഡിജിറ്റൽ സ്റ്റിമുലേഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ലൊരു ഉറക്കം ഉറങ്ങി 8 മണിക്കൂറൊക്കെ ഉറക്കം കിട്ടിയ കഴിഞ്ഞാൽ നമ്മളെ കോർട്ടിസോള് കുറയും. കോർട്ടിസോള് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ളത് കൂടി വരികയാണ്. സ്ട്രെസ് ഹോർമോൺ കൂടുന്നതനുസരിച്ച് നമ്മുടെ വെയിറ്റ് കൂടാനുള്ള ചാൻസ് കൂടണം. അത് നമ്മളെ ഫാറ്റ് ബേണിംഗ് ഹോർമോൺസിനെ എന്താ പറയുക, നള്ളിഫൈ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ സ്ട്രെസ് മാക്സിമം എന്ത് ചെയ്യാം, അല്ല ഇറ്റ്സ് നോട്ട് ഈസി. നമ്മളിങ്ങനെ വിചാരിച്ചാൽ സ്ട്രെസ് കുറയില്ല. നമ്മൾ അതിന് എഫേർട്ട് ഇടേണ്ടി വരും, മെഡിറ്റേഷൻസ് ചെയ്യേണ്ടി വരും, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യേണ്ടി വരും, രാത്രി വൈൻഡ് ഡൗൺ റൂട്ടീൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഒന്നുകൂടി പീസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്യുക, മെൻ്റൽ ഹെൽത്തിന് ഒന്നുകൂടി പ്രാധാന്യം കൊടുക്കുക. കുറച്ചുകൂടി വേണമെങ്കിൽ ഒരു ഫ്രണ്ട്സിൻ്റെ ഒപ്പമുള്ള ചെറിയ ഫുട്ബോളോ അങ്ങനത്തെ ഒക്കെ പ്ലേഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, നമ്മൾ മരം കയറുക, അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടാക്കുന്ന ടെക്നോളജിക്ക് പുറത്തുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ, നമ്മളെ ശരിക്കുള്ള ഹ്യൂമൻ കണക്ഷൻസിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നോർമലി നമ്മളെ കോർട്ടിസോൾ കുറയും. ഇനി ഇതിൻ്റെ ഇടയിൽ സ്നാക്ക് ചെയ്യാൻ ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഫുഡ് തന്നെ സ്നാക്ക് ചെയ്തോളി. അതിൽ മീറ്റ് ഉണ്ട്, എഗ്ഗ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് അതിൽ ഡയറി പ്രൊഡക്ട്സുകൾ ആഡ് ചെയ്യാം. ഡയറി ചില ആൾക്കാർക്ക് ബ്ലോട്ടിങ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈവൻ ദോ ജസ്റ്റ് ടെസ്റ്റ് ബൈ യുവർ സെൽഫ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യോഗട്ട്, അൺഫ്ലേവേർഡ് യോഗട്ടുകൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിക്ക് കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കാം. ഞാൻ ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ക്രേവ് ചെയ്യാൻ തോന്നുമ്പോൾ എന്ത് ചെയ്യുക, വീട്ടിൽ ബിസ്ക്കറ്റുകളും അതുപോലെയുള്ള ബേക്കറീസും സ്വീറ്റ്സും കാര്യങ്ങളും കൊടുന്ന് വെക്കണ്ട. കൊടുന്ന് വെച്ച് കഴിഞ്ഞാലാണ് അത് ട്രിഗർ ആവുന്നത്. ട്രിഗർ വന്നാലേ ആ ഹാബിറ്റ് അവിടെ സ്റ്റാർട്ട് ആവണുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു ക്രേവിങ്, എന്തെങ്കിലും ഒരു ക്രേവിങ് വരികയാണെങ്കിൽ നേരെ പോയിട്ട് ഈ യോഗട്ടും ഫ്രൂട്ട്സൊക്കെ ഇട്ടാണ് കഴിക്കുക. അല്ലെങ്കിൽ ഹൈ വോളിയം ഫ്രൂട്ട്സുകൾ കഴിക്കുക. യെസ് ആണ്, ഫ്രൂട്ട്സിന് ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതൽ തന്നെയാണ്. ബട്ട് ഈവൻ ദോ അത് നമുക്ക് ആ ഒരു പ്രോസസ്ഡ് ജങ്കാളെ പോലെയുള്ള എഫക്റ്റുകളല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്നാക്ക് ചെയ്യാൻ തോന്നുമ്പോൾ ഇങ്ങനെയുള്ള നല്ല സംഭവങ്ങൾ സ്നാക്ക് ചെയ്താൽ മതി. ബോഡിക്ക് വലിയൊരു എഫക്റ്റ് വരില്ല. നമുക്ക് ഇന്ന് വെയിറ്റ് കൂടുന്ന ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ശരിക്കും ഈ വീഡിയോയിൽ പറയാൻ പാടില്ലാത്ത കാര്യമാണ്, പക്ഷേ എനിക്കിത് പറയാക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു സംഭവം നല്ല ബൂസ്റ്റ് ചെയ്യുന്ന സംഭവമാണ്. ഇതൊക്കെ നിങ്ങളെ വെയിറ്റ് ലോസിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് അത് അടിപൊളിയായിട്ട് ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു മാർഗ്ഗം തന്നെയാണ് എക്സസൈസ് എന്നുള്ളത്. അത് ഞാൻ ലാസ്റ്റ് ആക്കിയപ്പോൾ ഈ വീഡിയോ ഇനി അങ്ങോട്ട് കാണാൻ താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്തോളി, അല്ലെങ്കിൽ ക്ലോസ് ചെയ്തോളി. എക്സസൈസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ. പക്ഷേ അത് ബൂസ്റ്റ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. ആ ഒരു സത്യം എനിക്ക് ഒരിക്കലും മറച്ചു വെക്കാൻ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് ലാസ്റ്റ് പ്രാധാന്യം കൊടുത്തത് വെച്ചാൽ, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും റെഡി ആക്കാതെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പോയി കഴിക്കണതും നിങ്ങൾ ഉറക്കും, നിങ്ങൾ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ഇഫ് യു വാണ്ട് ടു ബൂസ്റ്റ് ദാറ്റ് യു ക്യാൻ ആഡ് എക്സസൈസ് ആൾസോ. എക്സസൈസിൻ്റെ പ്രത്യേകത പറയുന്നത് ഒരുപാട് ഫാറ്റ് ബേണിംഗ് ഹോർമോൺസുകൾ, നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ, ഗ്രോത്ത് ഹോർമോൺ, IGF-1 ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ 1, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ സ്ട്രെസ്സ് കുറക്കുന്നു. ഏത് വർക്കൗട്ടുകൾ, നമ്മളെ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടുകളൊക്കെ, ജിമ്മിൽ പോയി കണ്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത്, അതുപോലെ സ്പ്രിൻറ്റിങ്, ഇങ്ങനത്തെ വർക്കൗട്ടുകളൊക്കെ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടുകൾ. ഈവൻ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഒരു ദിവസം ഒരു 10,000 സ്റ്റെപ്സ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വാക്കിങ്, ജസ്റ്റ് വാക്കിങ്, എനിക്ക് തോന്നുന്നത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ 1 മിനിറ്റ് കൊണ്ട് ഏകദേശം ഒരു 100 സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്യുക, അതിനായിട്ടൊരു ഗോൾ വെച്ചിട്ട് ഇത്ര ടൈം വാക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു 10,000 സ്റ്റെപ്സ് ഒക്കെ എടുക്കാൻ നോക്കുക. അപ്പോൾ അത് ഏകദേശം എത്ര ടൈം വരും? 1 മിനിറ്റ് കൊണ്ട് ഏകദേശം നമുക്ക് 100 സ്റ്റെപ്പ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 100 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 10,000 സ്റ്റെപ്പ് എടുക്കാം. അപ്പോൾ 100 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറും പിന്നെ 40 മിനിറ്റും അല്ലേ. അപ്പോൾ ഈ ഒരു ടൈം നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈ ടൈം നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇത് നല്ലൊരു ബൂസ്റ്റ് ആയിരിക്കും. ഈവൻ ദോ നിങ്ങൾക്ക് ജിമ്മിൽ പോകാനോ അല്ലെങ്കിൽ ഓടാനോ ഹെവി ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യാനോ താല്പര്യമില്ലെങ്കിൽ ഇതൊരു ഓപ്ഷൻ ആയിക്കാണ്ട് കൺസിഡർ ചെയ്യാം. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് വേണമെന്ന് ഞാൻ നിർബന്ധം വരില്ല, അതുകൊണ്ടാണ് ഞാൻ അത് ലാസ്റ്റ് പറഞ്ഞത്. അത് നിങ്ങളുടെ ചോയ്സാണ്. ബട്ട് please be careful about the food, what you put into your body. I hope it is helpful for you guys. ഒരുപാട് ആൾക്കാർ ഇത് കോംപ്ലക്സ് സംഭവമാണ് വിചാരിച്ചിരിക്കുന്നത്. സംഭവം ബേസിക് ആണ്. നമ്മളെ ഹാബിറ്റുകളിൽ വരുന്ന മാറ്റങ്ങളുണ്ടല്ലോ, മൊത്തം ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുമ്പോൾ തന്നെ ഇത് ഈസി ആയിക്കാണ്ട് നടക്കും. See you in the next video.